ഹലോ, കുറെ നാളെ ഒരു വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഇത് ഞാൻ പറയുന്നത് എനിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ താമസിക്കുന്നത് മയ്യനാട് താന്നിയിലാണ്. ഇപ്പോഴും എൻ്റെ സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. എനിക്കുണ്ടായ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയാനാണ്. ഞാൻ താമസിക്കുന്നത് അറിയാലോ, മയ്യനാട് താന്നിയിലാണ്. ഞാൻ ഒരു കുട്ടിക്കിടെ ജീവ ഹോസ്പിറ്റലിൽ പോയി. 25-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതിനു മുമ്പ് ഞാനൊരു പനിയായിട്ട് അവിടെ ചെന്നു. ആന്റിബയോട്ടിക് എടുക്കണമെന്ന് പറഞ്ഞു. ബ്ലഡിൽ കൗണ്ട് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് 6ാമത്തെ ആന്റിബയോട്ടിക് എടുക്കാൻ വേണ്ടി ഞാൻ 5 എണ്ണം എടുത്ത് ആദ്യത്തെ ടെസ്റ്റ് ഡോസ് തന്ന് എല്ലാം കഴിഞ്ഞിട്ട് അന്ന് 5 എണ്ണം എടുത്തത് എനിക്ക് ക്യാൻഡിൽ ഇട്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ പോകുന്നത് 25-ാം തീയതി 6ാമത്തെ ഡോസ് എടുക്കാനാണ്. അന്ന് ചെന്നപ്പോൾ എനിക്ക് ക്യാൻഡിൽ ഇല്ലാതെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്ത സ്പോട്ടിൽ തന്നെ സിറിഞ്ച് ഊരി എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ ശ്വാസം കയറി അടഞ്ഞ് ഞാൻ ചുമച്ച് ഛർദ്ദിച്ച് എനിക്ക് ഹാർട്ട് ബീറ്റ്സ് കൂടുന്നത് എനിക്ക് തന്നെ അറിയാൻ പറ്റി. ഞാൻ അവിടെ കിടന്ന് വറ്റുന്ന രീതിയിലൊക്കെ ബഹളം വെച്ച് എന്നെ കൊണ്ടുപോയ ഓട്ടോ ചേട്ടൻ പുറത്തുണ്ടായിരുന്നു. ചേട്ടൻ കയറി വന്ന് ഹസ്ബൻഡിനെ വിളിച്ച് പിന്നെ ഒരു ECG എടുക്കാനൊക്കെ നോക്കി. ECG എടുക്കാൻ പോലും അറിയത്തില്ല. അവിടെ നിൽക്കുന്ന നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത പിള്ളേരാണ്. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഞാൻ ആരോഗ്യ വകുപ്പിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ 3-4 വർഷം പഠിക്കേണ്ട കോഴ്സ് 1 ഇയർ കോഴ്സ് എന്നും പറഞ്ഞ് പഠിപ്പിച്ച് ഈ ഇറങ്ങുന്ന നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നും പറഞ്ഞ് ഇറങ്ങുന്ന ഈ പിള്ളേര് ഹെഡ് നേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് പല ഹോസ്പിറ്റലുകളിൽ പല ക്ലിനിക്കുകളിൽ ഇതുപോലുള്ള ക്ലിനിക്കുകളിൽ നിൽക്കുന്നത്. ഇവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, യാതൊരു കാര്യങ്ങളും ഇവർക്ക് അറിയത്തില്ല. അതിലൊരാളാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തത്. ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൂടുതൽ നമുക്ക് തന്നെ അറിയാം. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു. അവസാനം ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. ഹസ്ബൻഡ് വരുമ്പോൾ ഇവർ ECG എങ്ങനെയൊക്കെ എടുത്ത് ECG എടുക്കാൻ പോലും ആ പിള്ളേർക്ക് അറിയത്തില്ല. ജെല്ലില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ സമയം അങ്ങനെ കളഞ്ഞു. അവസാനം അതിൽ ഒരു കുട്ടിക്ക്, എനിക്ക് തോന്നുന്നത് BSc നഴ്സിംഗോ ജനറൽ നഴ്സിംഗോ പഠിച്ച ആ കുട്ടി പോയി ECG എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് ECGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഡോക്ടറെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ അത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. ഹൗസ് സർജൻസി പോലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ പയ്യന് ഒരു വിവരവും ഇല്ല, ഒരു ബോധവും ഇല്ലാതിരിക്കുന്ന ഒരു ചെറുക്കൻ. ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഹസ്ബൻഡ് വന്ന് ചോദിച്ചപ്പോൾ അവൻ വാട്സപ്പിൽ ആർക്കും ECG അയച്ചു കൊടുത്തോണ്ടിരിക്കുക. ഡോക്ടറിനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ അവനെന്നോ ഇവനെന്നോ വിളിച്ചത് മെഡിക്കൽ മേഖലയെ പൂർണ്ണമായിട്ടും ഇതാക്കിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ എനിക്കുണ്ടായ അനുഭവം അതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്നു. ആരും പ്രതികരിക്കാൻ വരുമ്പോൾ എല്ലാം എന്തെങ്കിലും ആയിട്ട് അവർ പോകും. പക്ഷെ ഞാനിത് പ്രതികരിക്കണം എന്ന് കരുതി അന്ന് തൊട്ടേ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് സൗണ്ട് ഇപ്പോഴും നല്ലോണം ക്ലിയർ ആയിട്ടില്ല. കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ ഇത് പ്രതികരിക്കാന്ന് വിചാരിച്ചതാ. ജീവ ഹോസ്പിറ്റൽ, കൂട്ടിക്കട ചന്തയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹോസ്പിറ്റൽ. ഞാൻ പിക്ചർ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ അനുഭവമാണ് എനിക്ക്. ആന്റിബയോട്ടിക് എടുത്തത് ഒന്നുകിൽ അവരെടുത്തത് മാറിപ്പോയി, അല്ലെന്നുണ്ടെങ്കിൽ അവർ കമ്പനി വ്യത്യാസത്തിൽ എനിക്ക് അന്ന് ആദ്യത്തെ 5 എണ്ണം എടുത്തതിലും വേറെ കമ്പനി മാറ്റിയായിരിക്കും അവരെടുത്തത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ, വേറൊരു ഹോസ്പിറ്റൽ ഡോക്ടർ എന്നെ അപ്പൊ തന്നെ കാർഡിയോളജിയിൽ കൊണ്ടുപോയി. ഈ ഡോക്ടറോട് ചെന്ന് നിന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് എന്റെ ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കാർഡിയാറ്റിക് ആണ്, പെട്ടെന്ന് കാർഡിയോളജിയിൽ എവിടെയെങ്കിലും എത്തിക്കണം സാറേ. ഇത് പറഞ്ഞ് അവരങ്ങ് കൈയൊഴിഞ്ഞ്. ഹസ്ബൻഡ് പെട്ടെന്ന് വന്നതുകൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറയാം. ആ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞത്, ഇത് പെട്ടെന്ന് കൊണ്ടുവന്നത് കൊണ്ട് ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അപ്പൊ അവിടുത്തെ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്, ഒന്നെങ്കിൽ ആന്റിബയോട്ടിക് മാറി, അല്ലെന്നുണ്ടെങ്കിൽ ഈ കമ്പോണൻസ് മാറിയിട്ടുള്ള പ്രശ്നം ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ECG വേരിയേഷൻ ഉണ്ടായിരുന്ന മറ്റേ പ്രോബോൺ അങ്ങനത്തെ ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. ഇതെല്ലാം എനിക്ക് പോസിറ്റീവ് ആയിരുന്നു. ഞാൻ 3 ദിവസം ICU കിടന്നു. 16 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഇതിന് എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം, എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട്, എനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഞാൻ അവർക്കെതിരെ കേസ് കൊടുത്ത് വക്കീൽ നോട്ടീസ് അയച്ച് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഈ ജീവ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർ, അവിടുത്തെ മെയിൻ ഡോക്ടർ എന്ന് പറയുന്ന ആൾ വന്നിട്ട് പറഞ്ഞു, അയാൾ ഇനിയുള്ള ട്രീറ്റ്മെന്റ് എനിക്ക് ചെയ്തു തരാമെന്ന്. അയാൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തെയാണ് ലക്ഷങ്ങൾ മുടക്കി ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. ഇനി ഇവരെ ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ഡെഡ് ബോഡി ആയി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് കോമ്പൻസേഷൻ തന്നേ പറ്റത്തുള്ളൂ. അതിനൊന്നും അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ പക്ഷേ ഈ വീഡിയോ ചെയ്യണം എന്ന് അന്നേ ഞാൻ കരുതിയതാണ്. പക്ഷെ എന്റെ സൗണ്ട് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഇതുവരെ ചെയ്യാഞ്ഞത്. പക്ഷെ ഇന്ന് എനിക്ക് ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ കൂടെ പോയപ്പോൾ എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള ഭയങ്കരമായ ഒരു ടെൻഡൻസി തോന്നി, അല്ലെങ്കിൽ വാശി തോന്നിയെന്ന് തന്നെ പറയാം. ഞാനിത് ചെയ്യാൻ കാരണം എനിക്ക് അത്രയും ഒരു വിൽ പവർ ഉള്ളത് കൊണ്ട് ഞാൻ പുറത്തു നിന്നൊരാളിനെ വിളിച്ചു വരുത്തി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇൻ കേസ് ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ് അവിടെ ചെന്നിരുന്നെങ്കിൽ, ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു എങ്കിൽ ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരെല്ലാം കൂടെ ഒന്നാവും. എന്നിട്ട് അവര് പറയും അറ്റാക്ക് വന്ന് മരിച്ചു, അത്രേ ഉള്ളൂ. അതേ അവര് പറയത്തുള്ളൂ. അല്ലാണ്ട് ഇവരുടെ മെഡിസിന്റെ റിയാക്ഷൻ കൊണ്ടുണ്ടായ അറ്റാക്ക് ആണെന്ന് ആരെങ്കിലും പറയുമോ? ആരും പറയത്തില്ല. അതുകൊണ്ട് ഈ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഇമ്മാതിരി മുട്ട വീഴുന്ന ക്ലിനിക്കുകൾ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്തിനെവിടെയൊക്കെ പോയെന്ന്. നമ്മളിപ്പോ എന്തും പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ പോകുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഹോസ്പിറ്റലിൽ
പോയി നമ്മൾ മെഡിസിൻ കഴിച്ചു. ശരിക്കും നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകാനല്ല പോയത്, തൊട്ടപ്പുറത്തെ ഹോസ്പിറ്റലിൽ പോകാനാ പോയത്. പക്ഷെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഇത്. ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ളവർ, അതായത് മയ്യനാട്, കുട്ടിക്കട, വളത്തിങ്ങൽ ഈ ഏരിയയിലുള്ളവർ മാത്രമേ ഈ ഹോസ്പിറ്റലിലോട്ട് വരൂ. ദയവ് ചെയ്ത് അവിടെ പോയി തല വെച്ച് കൊടുക്കരുത്. കാരണം ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ മക്കളുടെ ഭാഗ്യം അല്ലെങ്കിൽ എന്റെ ദൈവവിളി കൊണ്ട് എന്ന് പറയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇനി ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. കാരണം എല്ലാ ജീവനും വിലയുള്ളതാണ്. ഇവർക്കൊക്കെ ബിസിനസ് മാത്രമാണ്, അവർക്ക് നഷ്ടപ്പെട്ടാൽ ഒന്നുമില്ല. നമുക്ക് നഷ്ടപ്പെട്ടാലേ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടും, നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെടും. അതുകൊണ്ട് പോകുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടുവെക്കുക, ഇനി ഉള്ളവരെങ്കിലും പോകണം. എനിക്കോ പറ്റി, മറ്റാർക്കും ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കാം.